മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് 1000 ദിർഹം കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. 1000 ദിർഹം കൊടുത്തപ്പോൾ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുവിന് പറഞ്ഞു, ഞാൻ ദരിദ്രരിൽ നിന്ന് പൈസ വാങ്ങിക്കാറില്ല. അപ്പൊ ആഖതൻ, ആ പൈസയായിട്ട് വന്ന സമ്പന്നൻ പറഞ്ഞു, ഞാനൊരു ദരിദ്രനൊന്നുമല്ല, ഞാൻ പൈസക്കാരനാണ്. ഇബ്രാഹിം അദ്ഹം തങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ നിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഖതൻ പറഞ്ഞു, അതെ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് എന്റെ സമ്പത്ത് വർദ്ധിക്കാൻ. അപ്പൊ ഇബ്രാഹിം അദ്ഹം പറഞ്ഞു, നീയാണ് ദരിദ്രരുടെ തലവൻ, ദരിദ്രരിൽ വെച്ച് ഏറ്റവും വലിയ ദരിദ്രൻ നീയാണ് എന്ന് ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഹദ് മലയോളം സ്വർണം ഒരാൾക്കുണ്ടെങ്കിൽ അവന് രണ്ടാമത്തൊരു പർവ്വതം കൂടി ആഗ്രഹിക്കുമെന്നാണ്. പണം സമ്പാദിക്കണ്ട എന്നല്ല ഇതിന്റെ അർത്ഥം. എത്ര ലഭിച്ചാലും ഒരു തൃപ്തിയുമില്ലാതെ അത്യാഗ്രഹത്തിന്റെ പുറകെ ഓടുന്ന ആളുകൾ, ഉള്ളതിനനുസരിച്ചൊന്ന് ആസ്വദിക്കുകയോ ഒരു യാത്ര പോവുകയോ ഏതെങ്കിലും മനുഷ്യരെ സഹായിക്കുകയോ ഇതൊന്നും ചെയ്യാതെ പണത്തിന്റെ പുറകെ മാത്രം ഓടുന്നവർ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ദരിദ്രരിൽ ദരിദ്രരാണ് എന്നാണ് മഹാന്മാര് പറയുന്നത്.